ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചോളമൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ചോളം തൊലി കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇളയ ചോളം എടുക്കുക കേട്ടോ, ഒരുപാട് മൂത്തത് എടുക്കരുത്. മൂത്തത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇളയതാവുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ കമ്പെന്നാണ് ശരിക്കും പറയാറുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോളം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇളയതാവുമ്പോൾ നമുക്കത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണികളൊക്കെ ഒന്ന് അടർത്തിയെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാനാണ് ഈസി തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോ ഏത് അളവിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒന്ന് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെടുത്തപ്പോൾ നമുക്ക് തികയില്ല തോന്നിയത് കാരണം തന്നെ ഒരു കഷ്ണം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1.5 ചോളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ സാധാരണ കോണിൻ്റെ ഇത് നമ്മൾ പൊടി മിക്സൊക്കെ വാങ്ങിക്കാൻ കിട്ടാറുണ്ട്, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പുട്ട് ചുടുന്നേക്കാളും നല്ല ടേസ്റ്റാണ് ഇതുപോലെ പച്ചയായിട്ടുള്ള ചോളം കൊണ്ട് പുട്ടുണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ പച്ച കപ്പ കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കപ്പ ഗ്രേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെയാണ് ഈ ചോളം വെച്ചിട്ടും നമ്മൾ ഈ ഒരു പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പച്ചക്കപ്പ കൊണ്ട് പുട്ടുണ്ടാക്കുന്ന കാണുന്നുണ്ടെങ്കിൽ ആ റെസിപ്പി കണ്ട് നോക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ടുപൊടിയും ചേർക്കാം. അപ്പോൾ പുട്ടുപൊടിയോ പത്തിരിപ്പൊടിയോ നിങ്ങളുടെ ഇഷ്ടം പോലെ കുറേശ്ശെ എടുത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് പുട്ടിൻ്റെ ആ ഒരു മാവിൻ്റെ പാകമായി വരുന്നവരെ നമ്മൾ പൊടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്താ വെച്ചാൽ ആ ചോളത്തിലുള്ള ആ ഒരു വെള്ളം മാത്രമാണ് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുന്നത്. എക്സ്ട്രാ നമ്മൾ ഒരു വെള്ളം ചേർക്കണില്ല. ആ ഒരു നനവ് നമ്മുടെ പുട്ടുപൊടിയുടെ പാകമാവുന്ന വരെ നമുക്ക് പൊടി ഇട്ടുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പുട്ടുപൊടി ചേർക്കണം എന്നുള്ളവരാണെങ്കിൽ പുട്ടുപൊടി ചേർക്കാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പുട്ടുപൊടിയുടെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ, നമുക്ക് അരിപ്പൊടി ചേർത്താലും നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് ഉതിർത്തിയെടുക്കുന്നുണ്ട്. സാധാരണ പുട്ടിനൊക്കെ നിങ്ങൾ ഉതിർത്തിയെടുക്കാറില്ലേ, അതുപോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ചോളം ഗ്രേറ്റ് ചെയ്ത് ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് പൊടി നന്നായിട്ട് നനഞ്ഞ് കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പാകമാണോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. വേറെ അതിലേക്ക് നമുക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ സാധാരണ പുട്ട് ചുടുന്ന പോലെ തന്നെ തേങ്ങ ഇടുക, ഈ ഒരു മാവ് ഇടുക, അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, മിക്സിങ് മാത്രമേ ഉള്ളൂ. കോണൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക, അത്രേ ചെയ്യാനുള്ളൂ. ഈ ഒരു പുട്ടിൻ്റെ ഒരു പുട്ട് കുറ്റി എടുത്തിട്ട് നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ തേങ്ങ ഇട്ടിട്ട് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇത് ചിരട്ടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക, ചിരട്ടയുടെ പോലത്തെ സ്റ്റീലിൻ്റെ ആ കുറ്റിയിൽ ചെയ്യുക, ഇതുപോലെ നീളമുള്ള പുട്ട് കുറ്റിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മാവ് ഇങ്ങനെയാണ് റെഡിയാക്കുന്നത് മാത്രമേ ഉള്ളൂ. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ഈസിയാണ്. എല്ലാവർക്കും ചോളം എപ്പോഴും കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ ഒന്നെങ്കിൽ അത് പുഴുങ്ങിയെടുക്കും, അല്ലെങ്കിൽ ബട്ടർ കോൺ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ ആരും അങ്ങനെ ചെയ്യാറുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വളരെ വ്യത്യസ്തമായ ടേസ്റ്റുകളാണ്. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പുട്ട് വേവിക്കുന്ന സമയം തന്നെ നമുക്കിതിനും ആവശ്യമുള്ള ഒരുപാട് സമയം വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവി കയറിയിട്ട് ഒരു 5-10 മിനിറ്റും കൂടെ ഒന്നുകൂടെ വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂട്ടി കഴിക്കുക, അല്ലെങ്കിൽ കറി കൂട്ടി കഴിക്കുക ഒക്കെ ചെയ്യുക. ഞാനിവിടെ ബെസ്റ്റായിട്ടുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നെയ്യും പഞ്ചസാരയും കൂട്ടി കഴിക്കുകയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല നെയ്യും നല്ല പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കുഴച്ചിട്ട് കഴിക്കണമെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.